ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ കൊടും ചൂടിൽ നിന്നും ആശ്വാസമായി ഷാർജയിലും ഫുജൈറയിലും വേനൽ മഴ. ഷാർജയിലെ ഖോർഫഖാനിലും ഫുജൈറയിലെ ഫുഖൈത്തിലുമാണ് മഴ പെയ്തത്. അൽ ഐനിലെ താപനിലയിൽ നേരിയ കുറവും അനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിലും യുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വടക്ക് കിഴക്കൻ കാറ്റിനും സാധ്യതയുണ്ട്. യിൽ നിന്നും റോഡ് മാർഗം ഒമാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ അധികൃതർ ഓർമ്മിപ്പിച്ചു. സഞ്ചരിക്കുന്ന കാർ വായ്പയിലോ അതോ മോർഗേജിലോ ആണെങ്കിൽ ബാങ്കിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നേക്കാം. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി ആളുകൾ തങ്ങളുടെ അനുഭവം വ്യക്തമാക്കിയതോടെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒമാൻ അതിർത്തിയിൽ അടുത്തിടെ ഒരു യാത്രക്കാരന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ കൂടെ നൽകിയിട്ടുണ്ട്. അതിൽ അധിക രേഖകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒമാൻ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ഒരു വാഹനം വാടകയ്ക്ക് എടുക്കുക എന്നതാണ് ലളിതമായ ഓപ്ഷൻ എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഒമാനിലേക്ക് പണയപ്പെടുത്തിയ വാഹനം ഓടിക്കുന്ന പ്രവാസികൾക്ക് ബാങ്കുകളും അതിർത്തി അധികാരികളും സാധാരണയായി ബാങ്കിൽ നിന്നുള്ള ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, റീഫണ്ട് ചെയ്യാവുന്ന ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ബാങ്ക് നിർദ്ദേശിച്ചിട്ടുള്ള അധിക വ്യവസ്ഥകൾ പാലിക്കൽ എന്നിവയാണ് ആവശ്യപ്പെടുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് യിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്കുകൾ കുറച്ചു. ജൂൺ 6 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ജൂലൈ 22, 24, 25 തീയതികളിൽ യാത്ര ചെയ്യുന്ന എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകൾക്ക് 5786 രൂപ മുതലാണ് നിരക്ക് വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയും മറ്റ് പ്രധാന ബുക്കിംഗ് ചാനലുകൾ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് പരിമിത കാലത്തേക്കാണ് ഇന്ത്യ സെക്ടറിലേക്ക് നിരക്കുകൾ കുറച്ചിരിക്കുന്നത്. എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകൾക്ക് 5786 രൂപ മുതലാണ് നിരക്ക്. എക്സ്പ്രസ് വാല്യൂ ടിക്കറ്റുകൾക്ക് 6128 രൂപ മുതൽ. എക്സ്പ്രസ് ഫ്ലെക്സ് ടിക്കറ്റുകൾക്ക് 7041 രൂപയ്ക്ക് ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇന്ത്യയിലെ 38 ആഭ്യന്തര വിമാനത്താവളങ്ങളിലേക്കും 17 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. 72 ബോയിംഗ് വിമാനങ്ങളും 737 വിമാനങ്ങളും 40 എയർബസ് A320 വിമാനങ്ങളും അടങ്ങുന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനവ്യൂഹം. യിൽ 2026 ജാനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, ഉൽപ്പാദനം, വ്യാപാരം എന്നിവ നിരോധിക്കുമെന്ന് അറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻത് അബ്ദുള്ള അൽ ദഹാക്കാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2024 പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചുകൊണ്ട് ആരംഭിച്ച ഈ പദ്ധതിയുടെ ഭാഗമായാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, ഉൽപ്പാദനം, വ്യാപാരം എന്നിവ നിരോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വവും മാലിന്യവും മലിനീകരണവും രൂപകൽപ്പന ചെയ്യപ്പെടുന്ന ഒരു ഭാവിയിലേക്ക് നയിക്കുന്നതായും ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് ഡോക്ടർ അംന വ്യക്തമാക്കി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണകളുമായി രാജ്യം ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ദാഖ്ലിയ ഗവർണറേറ്റിലെ നിസ്വ സുൽത്താൻ ഖാബൂസ് പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. ഒമാൻ ഔഖഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സൗദ് അൽ മഅ്മരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. രാജകുടുംബാംഗങ്ങൾ, ഉപപ്രധാനമന്ത്രി, മന്ത്രിമാർ, സുൽത്താന്റെ സായുധ സേനയുടെ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ, പൗര പ്രമുഖർ തുടങ്ങിയ നിരവധി പ്രമുഖരാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. മത്ര സ്ക്വയർ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മസ്കറ്റ് നഗരസഭ. പ്രീ ക്വാളിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പദ്ധതി നടപ്പിലാക്കുന്നതിന് നിർമ്മാണ കരാർ കമ്പനികളിൽ നിന്നും നഗരസഭ ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ രേഖകൾ ഈ മാസം 12 മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കും. ജൂൺ 18 ബിഡ് സമർപ്പിക്കേണ്ട അവസാന ദിവസം. മത്ര സ്ക്വയർ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ മറൈൻ വർക്ക്സ്, സ്കൈൻ ബ്രിഡ്ജ്, സോയിൽ ഇംപ്രൂവ്മെന്റ്, സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ്, സോഫ്റ്റ് സ്കേപ്പ്, ഹാർഡ് സ്കേപ്പ് വർക്ക്സ്, ഇലക്ട്രിക്കൽ, ഫൗണ്ടേഷൻ, സർഫേസ് വാട്ടർ, റൈഡർ ഓപ്പറേഷൻ സർവീസസ്, ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം നിർമ്മാണ കരാർ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കുന്നു.
പ്രഥമ ബിൽ അറബിൻ ഹൈത്തം ആർക്കിടെക്ചറൽ ഡിസൈൻ അവാർഡ് നേടിയ മത്ര സ്ക്വയർ പദ്ധതിയാണ് നടപ്പിലാകുന്നത്. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ രാജകീയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നേരത്തെ മസ്കറ്റ് ഗവർണർ സെയ്ദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പദ്ധതി നഗരസഭയ്ക്ക് കൈമാറിയിരുന്നു. ഇത് സംബന്ധിച്ച് മസ്കറ്റ് നഗരസഭയും സാംസ്കാരിക കായിക യുവജന മന്ത്രാലയവും കരാറിലുമെത്തി. അതേസമയം മത്ര വാട്ടർ ഫ്രണ്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തോടെ മത്രയെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമിടുന്നത്. സുൽത്താൻ ഖാബൂസ് പോർട്ട് വികസന രൂപരേഖയുടെ ഒമ്രാൻ ഗ്രൂപ്പ് സമർപ്പിച്ച നിർദ്ദേശവും ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ പഠിച്ചാകും പദ്ധതി നടപ്പിൽ വരുത്തുക. അതേസമയം മത്രയുടെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോഴും പ്രദേശത്തിന്റെ തനിമയെയും പൈതൃകത്തെയും സംരക്ഷിക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കി. പ്രദേശവാസികളുടെ നിത്യജീവിതത്തെയും ബാധിക്കുന്ന തരത്തിൽ വികസനം നടപ്പിലാക്കില്ല. മസ്കറ്റിൽ കൂടുതൽ കപ്പൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന രൂപത്തിൽ കൂടിയാകും വികസനമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. വേനൽ കടുത്തതോടെ ചൂട് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഹീറ്റ് സ്ട്രോക്ക്, ക്ഷീണം തുടങ്ങിയവ ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തുടനീളം താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. ശരീര താപനില 40 ഡിഗ്രിയിൽ കൂടുതൽ ഉയരുമ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാം. ഇത് അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വരികയും ചെയ്യും. ചൂട് മൂലമുള്ള ക്ഷീണം അത്ര ഗുരുതരമല്ലെങ്കിലും തലവേദന, അമിതമായ വിയർപ്പ്, ബലഹീനത, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. തലകറക്കം, ഓക്കാനം, വേഗത്തിലുള്ള നാഡീമിടിപ്പ്, കനത്ത വിയർപ്പ്, ബോധക്ഷയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവ ശ്രദ്ധിക്കണം. പുറം ജോലിക്കാർ, കുട്ടികൾ, പ്രായമായവർ എന്നിവരാണ് പ്രധാനമായും അപകടത്തിലാകാൻ സാധ്യതയുള്ളത്. ഉയർന്ന ചൂടിൽ വീടിനുള്ളിൽ തന്നെ കഴിയുക. ഫാനുകളോ എയർ കണ്ടീഷനിങ്ങോ ഉപയോഗിക്കുക. ഭാരം കുറഞ്ഞതും ഇളം നിറമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ കഠിനാധ്വാനം ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന മുൻകരുതൽ നടപടികൾ. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി ദാഖ്ലിയ നഗരസഭ. വിവിധ സ്ഥലങ്ങളിൽ ഉപകരണങ്ങളും മറ്റും നശിപ്പിക്കപ്പെട്ടതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു നഗരസഭയുടെ ഓർമ്മപ്പെടുത്തൽ. മസ്കറ്റ് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യായാമ സംവിധാനങ്ങൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിനോദ സൗകര്യങ്ങൾ, കളിസ്ഥലങ്ങൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയ ഉപയോഗശൂന്യമാക്കുകയും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ ചിത്രങ്ങൾ വരയ്ക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിന്റെ ചിത്രങ്ങളും നേരത്തെ മസ്കറ്റ് നഗരസഭ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഭക്ഷണ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതുൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെ കഴിഞ്ഞ ദിവസവും നഗരസഭയുടെ മുന്നറിയിപ്പ് നൽകി. ഇത് നിയമലംഘനമാണെന്നും മറ്റുള്ളവർക്ക് ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും നഗരസഭ കൂട്ടിച്ചേർത്തു.